ഹായ്, ഈദ് മുബാറക്. ഹൗ ടു ബി എ ഗ്രേറ്റ് ഹ്യൂമൻ ബീങ്. എങ്ങനെ നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളതാണ്. ഒരു നല്ല മനുഷ്യനാവണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ഫോർഗീവ്നെസ് ആണ്, അല്ലേ? പുറത്തു കൊടുക്കുക അല്ലെങ്കിൽ വിട്ടുകളയുക. നമ്മളെങ്ങനെയാണ് സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുക? അവർ തന്ന ഗുഡ് മൊമെൻറ്റ്സ് എപ്പോഴും നമ്മൾ മെമ്മറൈസ് ചെയ്യും, ബാഡ് മൊമെൻറ്റ്സ് നമ്മൾ ഫോർഗെറ്റ് ചെയ്യും അല്ലെങ്കിൽ ഫോർഗീവ് ചെയ്യും. ഒരു ബന്ധത്തിൽ നമ്മളെ ചതിച്ചിട്ടുണ്ടാവാം, നമ്മൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം, നമ്മളില്ലാത്തവരെ നമ്മളെപ്പറ്റി പലതും പറഞ്ഞിട്ടുണ്ടാവാം, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ നമ്മളോട് പെരുമാറിയിട്ടുണ്ടാവും, അല്ലേ? അതൊക്കെ വിട്ടുകൊടുത്തിട്ടാണ് നമ്മൾ ഒരു ബന്ധം നിലനിർത്തുന്നത്. ഈ ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അതിന് നല്ല വിശാലമായ ഒരു മനസ്സ് വേണം. ഈഗോ സീറോ ആയിരിക്കണം. നമ്മളങ്ങനെ പുറത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പേരിൽ ഒരു തെറ്റില്ല എന്ന് നമ്മൾ അറിഞ്ഞിട്ടും നമ്മൾ ആ വിഷയം വിട്ടുകളയുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംതൃപ്തി കിട്ടാൻ, അല്ലേ? ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ. അതിനുവേണ്ടി നമ്മൾ പുറത്തു കൊടുക്കുക. വിട്ടുകൊടുക്കുന്നവരെ പൊതുവെ പരാജിതരായിട്ടാണ് കാണുന്നത്, അല്ലേ? അവരുടെ ബലഹീനതയായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ കഴിവില്ലായ്മയായിട്ട് കാണുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് എ പ്യുവർ ക്യാരക്ടർ ക്വാളിറ്റി. നമ്മൾക്ക് പുറത്തു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ വി ആർ എ ഗ്രേറ്റ് ഹ്യൂമൻ ബീങ്. നമ്മൾ മനുഷ്യരെ അറിയണം, മനുഷ്യരെ പരിഗണിക്കണം. ഈ അവഗണന എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുള്ളായ ഒരു കാര്യമാണ്, അല്ലേ? നമ്മളൊരാളെ അവഗണിക്കുമ്പോഴാണ് നമുക്ക് അത്രയും പെയിൻ ഉണ്ടാവുക. ചിലപ്പോൾ നമ്മളെ തല്ലിയതിനേക്കാൾ, നമ്മളെ പരിഹസിച്ചതിനേക്കാൾ നമ്മൾക്ക് പെയിൻ ഉണ്ടാവുന്നത് നമ്മളെ അവഗണിക്കുമ്പോഴാണ്, അല്ലേ? ഏതൊരു മനുഷ്യനെയും പരിഗണിക്കാൻ പഠിക്കാം. അവൻ്റെ ജോലിയോ സ്റ്റാറ്റസോ ഒന്നും നോക്കാതെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾക്ക് മനുഷ്യരെ പരിഗണിക്കാൻ പറ്റണം, ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റണം. ലോകാരോഗ്യ സംഘടന ഹാപ്പിനെസ് സോഴ്സിൻ്റെ ഫൈൻഡിങ് കണ്ടെത്തിയ എന്താണ്? ഏറ്റവും ബന്ധങ്ങളിൽ ഏർപ്പെട്ടവരാണ് ഏറ്റവും ഹാപ്പി ആയിട്ട് ജീവിച്ചവരെന്നാണ്. അതായത് റിലേഷൻഷിപ്പ് കൂടുതലുള്ളവരാണ് ഹാപ്പി ആയിട്ട് ജീവിച്ചത്. സോ മനുഷ്യനെ അറിയുക, പരിഗണിക്കുക, ഉപാധികളില്ലാതെ സ്നേഹിക്കുക. അൺകണ്ടീഷണൽ ലവ് എന്ന് പറയും, അല്ലേ? നീ അത് അച്ചീവ് ചെയ്താൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായേ. അതിൽ കാര്യമില്ല. ഐ ലവ് യു ആസ് യു ആർ. നിങ്ങളെങ്ങനെയാണോ അങ്ങനെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റണം. നമ്മുടെ കുടുംബത്തിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് വലയത്തിലുള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് ഭാവിയിൽ ഉപകാരം കിട്ടുന്ന ഒരാൾക്ക് ചെയ്യുന്ന ഹെൽപ്പ്, അതിന് ഹ്യൂമാനിറ്റി എന്ന് പറയാൻ കഴിയും, അല്ലേ? അതൊരു ക്യാരക്ടർ ക്വാളിറ്റി ആയിട്ട് പറയാം. പക്ഷേ ഹ്യൂമാനിറ്റി എന്താണ്? നമ്മൾക്ക് ഒരു പരിചയവുമില്ലാത്ത ഒരാൾക്ക്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോഴോ വീഴ്ച സംഭവിക്കുമ്പോഴോ നമുക്ക് മനസ്സ് പടയുന്നു, നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യുന്നു, അയാൾക്ക് വേണ്ടി ഓടി നടക്കുന്നു. ഇറ്റ്സ് കോൾഡ് ഹ്യൂമാനിറ്റി. ഫിനാൻഷ്യൽ സക്സസ് മാത്രം സക്സസ് ആയി കാണുന്ന ഈ ലോകത്ത് നിങ്ങളുടെ ക്യാരക്ടർ ക്വാളിറ്റിക്കോ ബിഹേവിയറിനോ ഒരു പ്രസക്തിയും അറിയാം എങ്കിലും ബി ഹംബിൾ, ബി മേഴ്സിഫുൾ ഇൻ എവറി സിറ്റുവേഷൻ, ബി എ ഗ്രേറ്റ് ഹ്യൂമൻ ബീങ്. ബൈ.